എനിക്ക് ചോദിക്കണം. എനിക്ക് ചോദിക്കണം അവന്റെ അടുത്ത്. ഞാൻ അവിടെ ഫസ്റ്റ് ചവിടുന്ന നെഞ്ചത്തായിരിക്കും. പിന്നെ നീ വാടാ ഇങ്ങോട്ട്. വിട്ടുകളയട്ടാ, പോയി അടിക്കോ നീ അവനെ. ഡാടാ വിട്ടൊന്നും കളയല്ലേ, അവൻ എന്തൊക്കെ സീനൊക്കെ ഉള്ളേ. എന്ത് സീൻ? നീ ഒറ്റയ്ക്ക് കണ്ടിട്ടുണ്ടോ? കാണണോ? ഭയങ്കര സീനാണ്. ചെറിയ അടിയിലൊന്നും ഒതുങ്ങൂലത്. കല വിനായകനെ വിട്. ഇങ്ങോട്ട് വാ നീ. വാടാ. ആശ്രയ എന്താണ് പ്രശ്നം? എന്താണ് ആശ്രയ? ഇവ ഫോൺ വിളിച്ചിട്ട് എടുത്തില്ല. ഞാൻ ഇന്നലെ എത്ര തവണ വിളിച്ചെന്നറിയാം, ഫോൺ വിളിച്ചിട്ട് എടുത്തില്ല. ഫോൺ വിളിച്ചാൽ എടുക്കാത്തത് ചെറിയ തെറ്റല്ല ഹാഷിർ, വലിയ തെറ്റാണ്. ഇതിപ്പോ അവന്റെ കിട്ടുമെന്ന് വിചാരിച്ചിട്ടല്ലേ ഞാൻ നിന്റെ അടുത്ത് നിന്നേ. നീ ഒന്നും ജീവിക്കുന്ന പോലെ ജീവിതമല്ല എന്റേത്. അത് നീ പിണ്ണാക്കാതെ നിന്നാ ചോറിനകരം. കാരണം പറയണ. ഇയാൾ അവനെ അടിക്കത്തൊന്നുമില്ലല്ലേ, രാലി പിടയ്ക്കുന്നതിന് ഞാൻ വിടട്ടാ, കൈ അടയ്ക്കുന്നു. 50 രൂപ ഗൂഗിൾ പേ അയച്ചേരടാ. എടാ കാരണമുണ്ട്, പറഞ്ഞു കൊറ അങ്ങോട്ട്. അതെ ഞാനൊരു മനുഷ്യനല്ലേടാ, പെട്ടെന്നൊരു കാരണം ഉണ്ടാക്കി പറയാൻ പറഞ്ഞാൽ നിന്നെ കൊണ്ട് പറ്റുമോ? നാളത്തേക്ക് ഈ മീറ്റിംഗ് അങ്ങ് നീക്കി വെച്ചാലോ? നിന്നെ ഭൂമിന്ന് ഞാൻ നീക്കൂടാ. ഓഹോ, പിന്നെ നീ ഒരുപാട് ആയല്ലോടാ ആശിറേ. കഴിഞ്ഞ ആഴ്ച വാങ്ങിക്കൊണ്ടോ 2000 രൂപ എന്ത് ചെയ്യടാ? മറന്നില്ലടാ കള്ള. നീ വന്ന എനിക്ക് അടുത്ത് കാര്യം പറഞ്ഞു. വാ എടാ എന്നെ കൊണ്ടോ ഇടിക്കാനാ, നീ ഒന്ന് കൂടെ വരുമോ? 2000 രൂപ തരാനുണ്ടോ? ആ ഇല്ല, ഞാൻ ഇടി കൊണ്ടോളാം. ഫോൺ വിളിച്ചിട്ട് എടുക്കാത്ത എന്തുമാത്രം വിഷമം ഉണ്ടാക്കുന്ന കാര്യം അറിയോ? നീ നിന്റെ ലൈൻ വിളിക്കുമ്പോ നീ ഫോൺ എടുക്കുന്നല്ലോ. അളി ഇനിയെങ്കിലും അങ്ങനെ ചെയ്യില്ല എളിയാ. ഇനി ആര് വിളിച്ചാലും ഞാൻ എടുക്കും. എന്റെ മുന്നിൽ വെച്ച് 3ാമത്തെ തവണയാണ് കനകരാജുവിനെ വിളിക്കുന്നത്. എന്നിട്ട് പോലും അവൻ തിരിഞ്ഞു നോക്കുന്നില്ല. ഇതിൽ നിന്ന് എനിക്കൊരു കാര്യം മനസ്സിലായി. ഇനി അവൻ ജന്മത്ത് അവന്റെ ഈ സ്വഭാവം മാറ്റാൻ പോകില്ല. ഇനി എനിക്ക് ചെയ്യാൻ പറ്റുന്നത് ഇവന്റെ സ്വഭാവമായിട്ട് പൊരുത്തപ്പെട്ടു പോവുക.